പക്ഷെ എൻ്റെ ദിഗംബരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു സിനിമയുണ്ട്. അത് ഞാൻ 4 വർഷം എടുത്തു ആ സിനിമ എഴുതാൻ. അത് ആ സമയത്ത് ഞാനൊരു പ്രത്യേക ഇൻ്റർവ്യൂ തരാം. 4 വർഷം ഞാൻ 4 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പോൾ ആ സിനിമ ഡീപ്പായിട്ടുള്ള അതിൻ്റെ ഒരു ആ സിനിമ എന്താണെന്ന് നമ്മൾ കണ്ടു. അത് ദൈവം കൈവച്ച സിനിമയാണ്. ദിഗംബരൻ്റെ ഒരു വരവുണ്ട്, ദിഗംബരൻ്റെ ഒരു ജീവിതമുണ്ട്. സുഭദ്രയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പറ്റിയത് ദിഗംബരൻ്റെ പ്രണയം തിരിച്ചറിയാൻ പറ്റിയില്ല. 1. 2, ഒരാളോട് കപടതയില്ലാതെ പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദിഗംബരനും അറിയാതെ പോയി. ഇതൊരു വലിയ ഘടകമാണ്. ആ വസ്ത്രം എടുത്ത് വെച്ച് അവൻ പൊട്ടിക്കരയാണ്, ചേർത്ത് പിടിച്ച് കരയുന്നത്. എൻ്റെ പ്രണയമാണിത്, എനിക്ക് വേണ്ട ഒന്നും വേണ്ട, നീ എനിക്ക് ജീവനോടെ മതി. അവൻ ഈ തന്ത്രങ്ങൾ മുഴുവൻ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ അനന്തഭദ്രൻ എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയാണ്. പിന്നെ മന്ത്രിയാണ്, വശീകരിക്കാൻ പോയില്ല. ആ തന്ത്രശാലി ആയിരുന്നെങ്കിൽ വശീകരിക്കാം. അപ്പൊ അത്ര ഇന്നസെന്റ് ആണ് ദിഗംബരൻ. ഇത്രയും നല്ലൊരു ഫിലിം ഞാൻ എന്തുകൊണ്ട് മിസ് ചെയ്തു? ഈ കുഞ്ഞൂട്ടന്റെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സീൻ പോപ്പിൻസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഇന്റർവ്യൂ ആട്ടോ ഞാൻ എടുക്കാൻ പോണേ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള അനന്തഭദ്രത്തിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുനിൽ പരമേശ്വരൻ സാറും സാറിന്റെ പത്നിയായിട്ടുള്ള കല ടീച്ചറുമാണ്. നമസ്കാരം. ഇപ്പോൾ ഒരു അവിശ്വാസിക്ക് പ്രേതാനുഭവങ്ങൾ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല അതിനകത്ത് വിശ്വാസം വന്ന് പിന്നെ അതുമൂലം ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ മുന്നിൽ കാണുക എന്ന് പറയുന്നത്, അത് അവിശ്വാസിയായ ഒരാള് വിശ്വാസിയായി തീർന്ന അന്ധമായി പോകും. വിശ്വാസങ്ങള് എനിക്ക് ചില കാര്യങ്ങളിൽ ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവിശ്വാസിയായിരുന്നില്ലേ? അവിശ്വാസി എന്നല്ല, വിശ്വാസിയായിരുന്നു. അതായത് പ്രൂഫ് വേണം എല്ലാത്തിനും. എല്ലാം നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുക ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഹൈന്ദവതയിൽ തന്നെ, അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, അന്ധമായ അനാചാരങ്ങൾ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനോടൊക്കെ എനിക്ക് ഭയങ്കര എതിർപ്പാണ്. പണ്ടുകൊണ്ട് ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂതപ്രേത പിശാചുക്കളെന്നും ഒക്കെ പറയുമ്പോൾ എനിക്കൊരു തരം പുച്ഛമായിരുന്നു. കാരണം നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു, അതുകൊണ്ട് പുച്ഛമായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം ആദ്യം പറയുമ്പോഴൊക്കെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ശരിയാണോ? അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രേതാനുഭവങ്ങൾ ഒരു 2 ബുക്കുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഇദ്ദേഹത്തോട് വല്ലാണ്ട് തർക്കിച്ചു, ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ സത്യമാണോ എന്ന്. അപ്പോൾ അതെല്ലാം തന്നെ ഇദ്ദേഹം അടുത്തറിഞ്ഞ പ്രേതാനുഭവങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൂടെ സഞ്ചരിക്കണമല്ലോ, കൂടെ സഞ്ചരിച്ചപ്പോൾ പല എക്സ്പീരിയൻസ് വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഒരു എക്സ്പീരിയൻസ്, ഞാനത് വേറെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമതും പറയുമ്പോൾ ആവർത്തന വിരസമാവുമെന്ന് എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ പന്തളത്തോ ആറന്മുള പോയിട്ട് വരുമ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ശരിക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് താല്പര്യമുള്ള ഒരു സംഭവം അല്ലല്ലോ. പക്ഷേ ആ വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം, ആ വീട്ടിൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ വീട്ടിൽ തടി വീണ് ലോറിയിൽ കയറ് കെട്ടിക്കൊണ്ട് വയ്ക്കുമ്പോൾ തടി കയറ്റിക്കൊണ്ട് വരുമ്പോൾ തടി വീണ് ഒരാൾ മരിച്ചിട്ടുണ്ട്. മരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ പുറകിൽ വാഴത്തോട്ടമുണ്ടോ, അവിടെ ഭൂമി സംബന്ധി തർക്കമുണ്ടോ? എനിക്ക് അവിടെ നിന്ന് കാണണം ആ കാവ്. ഞാനും ടീച്ചർമാരോട് ഒരു വാഴ മുഴുവൻ വെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെട്ടൂത്തിയിട്ട് നിൽക്കുകയാണ് വെട്ടാൻ. ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും പോയി, ടീച്ചർ ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എന്നാ ഞാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അപ്പോഴത്തെ മൈൻഡിൽ അയാളൊരു സൈക്കിക്. ഞാൻ പറഞ്ഞു എന്നാ വെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലം വെട്ടാന്ന് ഓടാൻ പറ്റുമോ? എന്നാ പിന്നെ എന്തൊരു ശക്തി, വെട്ടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ട് എന്നാൽ ഞാൻ ഈ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ആഭ്യന്തര കലഹം നടക്കുന്ന ഒരു വീടാണ് അവർ പരസ്പരം. ഞങ്ങൾ അവിടെ തിരിച്ചു വരുമ്പോൾ സന്ധ്യയായി. എവിടെ ഞാൻ എനിക്കൊരു ഉള്ള രാത്രികളിലെ അദൃശ്യ സാമീപ്യ ശക്തികളുടെ സഞ്ചാരം രാത്രി അപ്പം എനിക്ക് കാണാൻ പറ്റും റോഡിൽ എപ്പോഴും. ഞാൻ അതുകൊണ്ട് രാത്രി വാഹനങ്ങളെ യാത്ര ചെയ്യരുത്. രാത്രികളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. പിന്നെ ഞാൻ ഒരു പയ്യൻ എന്നെ കാണാൻ വന്നിരുന്നു.
അപ്പോൾ ഒരു ബന്ധപ്പോൾ ഞാൻ പറഞ്ഞു അപകട സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അയാൾ രാത്രി പട്ടി ചാടി എന്ന് പറഞ്ഞിട്ട് അയാൾ ബൈക്കിൽ നിന്ന് വീണു, തല ഹെഡ് ഇഞ്ചുറിയായിട്ട് കിടക്കുവാണ്. ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു പൂച്ച ചാടി, ഇത് പൂച്ചയും പട്ടിയൊന്നുമല്ല, അദൃശ്യങ്ങൾ സംഭവിക്കും, രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ കഴിയുന്നത് ഒഴിവാക്കും. ഏകാന്തം കാരണം സഞ്ചരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എനിക്ക്. ഇപ്പം ഞാനും ടീച്ചറോട് രാത്രി വരുവാണ്, ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പറഞ്ഞില്ലല്ലോ, അത് തൈരിന്റെ അല്ല. എനിക്ക് അന്നേരം തൊട്ട് ഈ തിരിച്ചു വരുമ്പോ എന്തോ ഒരു ഒരാളോട് നമ്മുടെ കൂടെ ഉള്ള പോലൊരു ഫീല്. അപ്പൊ ഇങ്ങനെ അറിയാണ്ട് ഞാനിങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആരോ നമുക്ക് അറിയുന്ന ആരോ ഒരു പുറകിൽ ഇരിക്കുന്ന മാതിരി. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് മയക്കത്തിലേക്ക് പോയി. രാത്രിയായിരുന്നല്ലോ, മയക്കത്തിലേക്ക് പോയപ്പോഴത്തേന് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ ഒരു മാസത്തോളം ആ എക്സ്പീരിയൻസ് അങ്ങനെ നിന്നു. മീൻസ് എപ്പോൾ കണ്ണടച്ചാലും ആ രൂപം ഞാൻ കാണും. ഇങ്ങനെ രണ്ട് കയ്യിലും മോരുമായിട്ടൊരു പെൺകുട്ടി. അപ്പൊ സ്വാമിയായിട്ട് ഷെയർ ചെയ്തില്ല? ഞാൻ സ്വാമിയോട് പറഞ്ഞു. അപ്പൊ ചില കാര്യങ്ങൾ സ്വാമിയോട് പറഞ്ഞ സ്വാമി ബദറിനെ പോലെ ഇരിക്കും. അപ്പൊ ഇപ്പൊ എനിക്കറിയാം അത് എന്തുകൊണ്ടിരിക്കണമെന്ന്. അന്ന് എനിക്കറിയില്ല, മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, അതിങ്ങനെ എന്താ പറയണ്ടേ, ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചില വിഷയങ്ങള് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല ഞാൻ കാണുന്നില്ല, ടീച്ചറെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ നമ്മുടെ ഹൈമവതി ഒരു പെൺകുട്ടി അവിടെ കുളത്തിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് കാര്യവട്ട യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഞാൻ ടീച്ചറോട് വന്നപ്പോൾ 1 മണി കഴിഞ്ഞു. റോഡിൽ കൂടെ അപ്പോൾ ടീച്ചറിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ടീച്ചറിൻ്റെ ടീച്ചർ ഇവിടെ ഹൈമവതി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പണ്ട് ചെളിയിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട് അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത്. ടീച്ചറിനെ കാണണമെന്ന് ചോദിച്ചു. കാണണം. ഞാൻ പറഞ്ഞത് നോക്കിക്കോളാൻ പറഞ്ഞു. എന്നെ തൊട്ടിട്ട് നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു. ഞാൻ അടുത്ത് കൊണ്ടുവന്ന് ഫോൺ അടിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി അത് 1 മണിക്ക് രാത്രി 1 മണിക്ക് ഒറ്റയ്ക്ക് കണ്ടോ? ശരിക്കും അത് കണ്ടു. അതിന്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത് ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ട് ബലാത്സംഗം ചെയ്തിട്ട് ആ കുളത്തിലങ്ങാണ്ട് ചവിട്ടി താഴ്ത്തിയത് എടുത്തിട്ടിരുന്നതാണ്. ആ കുട്ടി രാത്രി ആ പഴയ രൂപത്തിൽ ആ കംപ്ലീറ്റ് ആയിട്ട് ഇതായിട്ട് കാലം നിലത്തുറക്കിയിട്ടില്ല. ഇത് നമ്മൾ ഒരാളോട് പറഞ്ഞ അന്ധവിശ്വാസം വളർത്തുന്ന ആളാവൂലേ? പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ ടീച്ചർ എന്നെ തൊട്ടിട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഈ ഫലങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാളാണ്. നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം എന്ന് പറയുന്നത് 100%. ഇന്ന് ഞാൻ മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ ഫലം പറഞ്ഞപ്പം 4 പെൺകുട്ടികളെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ നെഗറ്റീവ് എനർജിയുടെ ഫലം പറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് പണ്ട് കാലത്ത് ഇങ്ങനെ നെഗറ്റീവ് എനർജിയോ പിശാചോ ശാശോ ഇതൊന്നും വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും ഇപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നൊരു തോന്നലുണ്ട്. എന്നാലും ഞാനിങ്ങനെ എന്താ പറയണ്ടേ അന്വേഷണത്തിലാണ് ഇത് സത്യമാണോ അല്ലയെന്നുള്ളത്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് സ്വാമിയുടെ കൂടെയുള്ള ലൈഫിലുള്ള എക്സ്പീരിയൻസ്. ടീച്ചറിന്റെ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. കാഴ്ചയില്ല. 15 വർഷം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച കിട്ടി. കാഴ്ച കിട്ടിയിട്ട് ഞാൻ വാടക കെട്ടെടുത്തതിന് പറഞ്ഞു ടീച്ചർ ഇന്ന് രാത്രി 11 മണിക്ക് അമ്മ മരിക്കും, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അമ്മയെ കൊണ്ടുപോകാം. ഇരിച്ചല്ലോ അങ്ങനെ പറഞ്ഞു. അല്ല, സ്വാമിയുടെ പ്രഡിക്ഷൻ ഒന്നും നമുക്ക് എന്താ പറയണ്ടേ രണ്ടാമതൊരു ചിന്തയില്ല. പ്രഡിക്ഷൻ അത് പറയുന്നത് കറക്റ്റാണ്. എനിക്കനുഭവം ഉണ്ട്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ, വീട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ എനിക്ക് സ്വാമിനെ പരിചയം. അപ്പോൾ ഞാൻ എന്നെ കണ്ടിട്ടില്ല, എന്നെ അറിയില്ല, ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. അന്ന് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇന്നൊരു പക്ഷെ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാമിയും കൂടെ കാരണമാണ്. അതിനകത്ത് ഞാൻ എപ്പോഴും സ്വാമിയുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാനിങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പം സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത കാര്യങ്ങളാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയോടും അച്ഛനോടത്തും ചോദിച്ചിട്ടാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഉണ്ടായിരുന്നു. സ്വാമി പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് സ്വാമിയാണ് ആ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നത്. അന്ന് ഭയങ്കര അടിയിൽ പോയിട്ടുള്ള ഞാനായിരുന്നു. ഞാനിപ്പോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാള് ഞാൻ തന്നെ എന്റെ കൂടെ ഒന്ന് വളർന്ന് പഠിപ്പിച്ച് വലിയ ആളായ ഒരാളാണ്. നമുക്ക് മനസ്സിലായിക്കാം. അദ്ദേഹം ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ട് ആ പെൺകുട്ടി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇവൻ ഒരിക്കലും ഇയാളെ കല്യാണം കഴിക്കൂല എന്ന് മാത്രമല്ല അവന്റെ വിവാഹ ജീവിതം തകർന്ന ജീവിതം, മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുള്ളൂ. അതുകൊണ്ട് അവനെന്റെ ശത്രുവായി. ആ പെൺകുട്ടി തീവ്രമായി പ്രണയിച്ചിരുന്നതാണ്. അതിന്റെ പാവഫലം, ഒരു സ്ത്രീശാപത്തിന്റെ പാവഫലം അത് അനുഭവിച്ചേ പറ്റൂ. പണമൊക്കെ ഉണ്ടാവും, പണമെല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ പ്രശസ്തിയും കുപ്രസിദ്ധിയും സ്ത്രീയുടെ ദുരിതവും. കാരണം ഒരു പെണ്ണിൻ്റെ സമർപ്പിക്കപ്പെട്ട ജീവിതപ്പെട്ട പെണ്ണിൻ്റെ
സമർപ്പിക്കപ്പെട്ട ഒരു പെണ്ണ് ഒരാളെ സമർപ്പിച്ച് ജീവിച്ചാൽ, ആ പെണ്ണിനെ വഞ്ചിച്ചാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, എൻ്റെ മുമ്പിലുള്ള സത്യങ്ങളല്ല ഞാനീ പറയുന്നത്, അത് 100%. പുരുഷനെ വഞ്ചിച്ചാലും തന്നെ, പുരുഷനെ വഞ്ചിച്ചാൽ പുരുഷന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ഭീകരമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ യുഗമായതുകൊണ്ട് അവ യന്ത്രമനുഷ്യനെ പോലാണ്. പക്ഷേ എത്രയോ പുരുഷന്മാർ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പക്കാർ, നല്ല നല്ല ചെറുപ്പക്കാർ, എൻ്റെ കൂടെയുള്ള എത്രയോ പേര് കല്യാണം കഴിക്കുന്നില്ല എൻ്റെ ആത്മകഥ വായിച്ചിട്ട്. എത്രയോ ചെറുപ്പക്കാർ സ്വാമി വേണ്ട സ്വാമി എന്ന് പറഞ്ഞ എത്രയോ നല്ല ചെറുപ്പക്കാർ. ഭൗതികതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ഇണ അത്യാവശ്യം തന്നെയാണ്. അത് ഞാൻ ടീച്ചറെ കല്യാണം കഴിച്ചില്ലേ, ടീച്ചറെ ആണായാലും പെണ്ണായാലും ഒരു തുണ അത്യാവശ്യം. ഡീപ്പായിട്ടൊരു പ്രണയം ഉണ്ടെങ്കിൽ ആരായാലും ആണ് വഞ്ചിച്ചാലും പെണ്ണ് വഞ്ചിച്ചാലും ആ വഞ്ചിക്കപ്പെടുന്ന ആളിന് എന്തായാലും അതിന്റെ ഫലം കിട്ടാതെ. ഞാൻ അതുകൊണ്ട് ആരാച്ചാറിന്റെ മകളിൽ ഒരു നോവല്, പ്രണയ നോവൽ, അതിപ്പോ ഞാൻ സ്ക്രിപ്റ്റ് ആക്കി ഞാൻ വായിക്കണം. ഫുൾ പ്രണയമാണ്. എൻ്റെ 60 വയസ്സിലെങ്ങാണ്ട് എഴുതി. എന്നാ ടീച്ചർ അത് പ്രണയം എന്ന് പറഞ്ഞത് ഒരിക്കലും നശിക്കും. 57 വയസ്സിൽ അതിപ്പോ സിനിമയ്ക്ക് ഞാൻ കൊടുത്തു ആ സ്ക്രിപ്റ്റ്. അപ്പൊ അതുണ്ട്, നമ്മൾ പ്രണയം മരിച്ചാൽ മനുഷ്യൻ ഡെഡായി പോകും. എന്റെ പ്രണയമൊന്നും മരിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് അവസാനം വരെ ഈ എനർജി തന്നെ ജീവിക്കും. അല്ല ടീച്ചറെ, സ്വാമിയാണ് പറയണ്ടേ. അതൊന്നും മരിക്കില്ല. അങ്ങനെയൊന്നും നമുക്ക് തോറ്റു കൊടുക്കാനുള്ള തയ്യാറൊന്നുമില്ല. ഏത് ധീര നമ്മളെ നശിപ്പിക്കുക ഒരുത്തം വന്നാൽ അതിനെ ഫേസ് ചെയ്യുക. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു അബദ്ധങ്ങളും തെറ്റുകൾ, ആ അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ എൻ്റെ കപടസന്യാസി മുഴുവൻ അബദ്ധങ്ങളാണ്. തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റുകൾ ചെയ്താൽ തിരുത്തുക. അത് പശ്ചാത്തപിക്കുകയല്ല വേണ്ടത്, അത് തിരുത്തുകയും പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക. അതാണ് തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കുടുംബങ്ങളുടെ ദോഷം വരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ ജ്യോതിഷ ഫാമിലി, ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു. പെൺകുട്ടി എന്നെ വിളിച്ചിട്ട്, സ്വാമി അച്ഛൻ വലിയ ജ്യോതിഷനായിരുന്നു, ഭയങ്കര ഇതാണ്, ഇന്ന ഉപാസന ഉണ്ട് ആളായിരുന്നു. ഞാൻ ഇതുപോലെ കാണാതെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ ഫുൾ ഫാമിലി എൻ്റെ അടുത്ത് വന്നു. അവർ ചിലപ്പോൾ ഈ പ്രോഗ്രാം അവർ കേൾക്കുമായിരിക്കും. ആ മൂത്ത മകളെ ഞാൻ സംബന്ധിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛന് ഈ ജ്യോതിഷത്തിൻ്റെ പേരിലും ഇല്ല തന്ത്രശാസ്ത്രങ്ങളുടെ പേരിലും സ്ത്രീകളെ വശീകരിച്ച് നശിപ്പിച്ചതിൻ്റെ ദുരിതമാണ്, ഇതിന് പരിഹാരമില്ല. കാരണം തന്ത്രശാസ്ത്രത്തിൽ പെണ്ണുങ്ങളെ വശീകരിക്കാൻ പറ്റും. ഇത് ഒന്നുമില്ലെങ്കിൽ പോലും സ്ത്രീകൾ ആകർഷണയാകുന്ന ആലംബഹീനരായിട്ടുള്ള ആൾക്കാർ തന്ത്രശാസ്ത്രം മുറുകെ പിടിക്കും. എനിക്കറിയാവുന്ന ഒരു ജ്യോതിഷൻ, ഒരു ചില 2 ജ്യോതിഷന്മാർ, 2 പേർക്ക് ഇപ്പം കബഡി എടുക്കാൻ പറ്റില്ല. 2 ഫാമിലിയിലെ സ്ത്രീകളെ നശിപ്പിച്ച്, 2 ഫാമിലി. ഒരു സ്ത്രീയുടെ വള വരെ ഊരി വാങ്ങിച്ച് പണയം വെച്ച് എല്ലാം നശിപ്പിച്ച്. ആ സ്ത്രീയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതരാണ്, എൻ്റെ ഇവിടെ വന്നിരുന്നു. പിന്നെ ഇതിനൊക്കെ വലിയ കൊട്ടിയെ കാണും. ഇവിടെ കുറെ തിരുമേനിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഞാനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ നടുങ്ങിപ്പോകുന്ന, എനിക്ക് ഞാൻ തകർന്നു പോയ കാര്യങ്ങളുണ്ട്. വലിയ തിരുമേനിമാർ, കസേരയിക്കണവന്മാർ കാണിക്കുന്നവരുണ്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ അതിഭീകരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതിൻ്റെ ഇടയ്ക്ക് അനന്തഭദ്രത്തിൻ്റെ കാര്യം കുറച്ച് ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ അനന്തഭദ്രം എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് നായകനെക്കാട്ടിലും കൂടുതൽ നമ്മൾ അതിനകത്ത് വില്ലൻ്റെ കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ഓർമ്മ നിൽക്കുക. ദിഗംബരൻ എന്ന് പറഞ്ഞ ആളെവിടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. ഒരാളും അത് കണ്ടു കഴിഞ്ഞാൽ മറക്കില്ല ദിഗംബരനെ. ഒരുപക്ഷെ പൃഥ്വിരാജിനെ അതിനകത്ത് മറന്നിരിക്കാം, പക്ഷെ മനോജ് കെ ജയന്റെ അഭിനയം ഒരിക്കലും നമ്മൾ മറക്കില്ല. ആ വില്ലൻ അങ്ങനെ തന്നെ വേണം എന്നുള്ളത് അതിങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ? ഒരിക്കലും നായകനെ മറന്നാലും വില്ലനെ മറക്കില്ല എന്നുള്ളത് അതല്ല. ഒരാൾ വില്ലനാകുന്നത് എങ്ങനെയാണ്? സാഹചര്യങ്ങളായിരിക്കും. ഒരാൾ വില്ലനാകുന്നതല്ല, കാലം അവനെ വില്ലനാക്കുന്നതാണ്. ദിഗംബരൻ എന്ന് പറയുന്നത് അവൻ്റെ കുട്ടിക്കാലം, അവന് കിട്ടേണ്ട സിദ്ധികൾ ഇതെല്ലാം പിടിച്ചു പറിച്ച് അവൻ്റെ അമ്മാവനെയൊക്കെ നശിപ്പിച്ച് അവൻ കിട്ടേണ്ട അവൻ്റെ ബാല്യം മുഴുവൻ കളഞ്ഞ് അവൻ ദുർമന്ത്രവാദത്തിൻ്റെ ഏറ്റവും വലിയവനായിട്ട് പോലും അവൻ വീഴുന്നത് അവനൊരു പെണ്ണിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ പെണ്ണിനെ പുനർജീവിപ്പിക്കാനാണ് അവൻ എൻ്റെ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊരു ലവ് സ്റ്റോറിയാണ് അനന്തഭദ്രം എന്ന് പറയുന്നത്. അവൻ്റെ ആ പെണ്ണിനെ തിരിച്ചു കിട്ടാനായിട്ടുള്ള അവളുടെ വസ്ത്രം എടുത്തു വെച്ച് അവൻ കരയുന്നത്, ആ വസ്ത്രം എടുത്തു വെച്ച് അവൻ പൊട്ടിക്കരയാണ്, ചേർത്ത് പിടിച്ച് കരയുന്നത്. എൻ്റെ പ്രണയമാണിത്, എനിക്ക് വേണ്ട ഒന്നും വേണ്ട, നീ എനിക്ക് ജീവനോടെ മതി. അവൻ ഈ തന്ത്രങ്ങൾ മുഴുവൻ കാണിക്കണം അതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ അനന്തഭദ്രം എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറി, സ്ട്രോങ് ലവ് സ്റ്റോറിയാണ്. പിന്നെ അത് തിരിച്ചറിഞ്ഞാൽ ദിഗംബരനോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അല്ല, ഓരോ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പ്രണയമാണ് ദിഗംബരന്. സുഭദ്രയോടുള്ള പ്രണയം എന്ന് പറയുന്നത് അത്ര തീവ്രമാണ്. ഏത് പെൺകുട്ടിയും അങ്ങനത്തെ ഒരു പ്രണയം ആഗ്രഹിച്ചു പോകും. സുഭദ്ര അത് അറിയാതെ പോയി. കാരണം ആ ഒരു തൊടുമ്പോ തന്നെ അവര് വായ പൊത്തി പിടിക്കുമ്പോൾ മരിച്ചു പോവാണല്ലോ. എന്നിട്ടും അതിന് വേണ്ടിയിട്ട്, അതായത് അവളെ മതി, അവളെ ജീവനോടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള
അവന്റെ ശ്രമമാണ്, അവന്റെ തന്ത്രശാസ്ത്രത്തിൽ അവൻ പഠിച്ചതിലൂടെ അവൻ അതിനെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ എൻ്റെ ദിഗംബരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ളൊരു സിനിമയുണ്ട്. അത് ഞാൻ 4 വർഷം എടുത്തു ആ സിനിമ എഴുതാൻ. അത് ആ സമയത്ത് ഞാൻ ഒരു പ്രത്യേക ഇന്റർവ്യൂ തരാം. അത് എനിക്ക് തരും. അല്ല, അത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. ഞാൻ കന്നഡയിൽ 6 പടം ചെയ്തു, മലയാളത്തിൽ 2 സിനിമ ചെയ്തു, തമിഴിൽ ഞാനിപ്പോൾ ഒരു സബ്ജക്റ്റ് എഴുതി, കാദംബരി എന്ന് പറഞ്ഞിട്ട്. അതെപ്പോൾ നടക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ദിഗംബരൻ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ബാക്കിയില്ല. എനിക്ക് ആ സിനിമ കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. എങ്ങനെയാണ് ഞാൻ 4 വർഷം എടുത്ത് ആ വിവേക് എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളി എൻ്റെ അടുത്ത് 9 മാസം ചോദിച്ചു സ്ക്രിപ്റ്റ് എഴുതാൻ. ഞാൻ 9 ദിവസം കൊണ്ട് എൻ്റെ ഓൺലൈൻ എഴുതി. 4 വർഷം എടുത്തു സ്ക്രീൻ പ്ലേ. 4 വർഷം. ഞാൻ 4 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പോൾ ആ സിനിമ ഡീപ്പായിട്ടുള്ള അതിൻ്റെ ഒരു ആ സിനിമ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അത് ദൈവം കൈവച്ച സിനിമയാണ്. ദിഗംബരൻ്റെ ഒരു വരവുണ്ട്, ദിഗംബരൻ്റെ ഒരു ജീവിതമുണ്ട്. അതെൻ്റെ ബോധത്തിൽ അതെങ്ങനെ വന്നു, അത് ഞാനല്ല എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ അശ്വത്ഥാമാവ് എഴുതിയതുപോലോ, അത് അധർമ്മ ദുര്യോധനെ കുറിച്ച് എഴുതിയ പോലോ, ശൗനിയെ കുറിച്ച് എഴുതിയ പോലോ, എൻ്റെയൊക്കെ അപ്പുറത്ത്. അസാധ്യ ബുക്കാണ് അശ്വത്ഥാമായും. എനിക്ക് ഇദ്ദേഹത്തിന്റെ 47ാമത്തെ ബുക്കാണ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പുസ്തകങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും വിചാരിക്കുക ആനന്ദഭദ്രാണെന്ന്. എനിക്ക് ഗരുഡമാളിക എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക്. ഗരുഡമാളികയും അശ്വത്ഥാമായും എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. 5000 വർഷം ഞാൻ പുറകിലോട്ട് പോയി. 5000 വർഷം പുറകിലോട്ട് പോയി. മഹാഭാരത യുദ്ധത്തിൽ നിന്ന് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. ഇതിന്റെ 19.5 മണിക്കൂർ എഴുത്തിലെ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ശക്തരായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല നമുക്ക് ഇദ്ദേഹത്തിന്റെ എഴുത്തിനോട് ഇത്രയും ആദരവും പ്രണയവും ഒക്കെ തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് അവരുടേതായ കുറഞ്ഞിട്ടുണ്ട് ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് അത്രയും ഡീപ്പായിട്ടാണ് ഈ അശ്വത്ഥാമയില് അത്രയും മുകളിലേക്ക് ചേർത്തിട്ടാണ് എഴുതുന്നത്. പാഞ്ചാലിയെ കുറിച്ചൊക്കെ ഉള്ള വർണ്ണനയൊക്കെ അതിനകത്തും വരുന്നുണ്ട്, ഈ അശ്വത്ഥാമയിലും വരുന്നുണ്ട്. ഗാന്ധാരി അസാധ്യമാണ്. എനിക്ക് തോന്നുന്നത് സ്വാമിക്ക് മാത്രമേ ഗാന്ധാരിയെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ തോന്നിപ്പോ നമുക്കിപ്പോ എന്താ സ്ത്രീകളുടെ ദുഃഖം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് വരുന്നവരൊന്നും ജ്യോതിഷം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടില്ല, എന്നോട് സംസാരിക്കാൻ, അവരുടെ ദുഃഖങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ വരുന്നവരാണ്. ഇന്ന് തന്നെ ഒരു 4-5 പെൺകുട്ടികളുണ്ടായിരുന്നു. അവരുടെ സ്വകാര്യതാണ്. അച്ഛനമ്മയായിട്ട് വന്നാൽ വെളിയിരുത്തിയിട്ട് എന്നോട് സംസാരിക്കും. അവരെൻ്റെ ഉപയോഗിച്ച് കരയും. ഇന്ന് ഞാൻ 3 പേര് കരയത് ഞാനും കൂടെ കരയും. എനിക്ക് പെൺകുട്ടികൾ കരയണ ഇഷ്ടമല്ല, അവർക്ക് ദുഃഖം ഉണ്ടാവേണ്ട ഇഷ്ടമല്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പം ഞാൻ മകളെ ഇവിടെ ഇരുന്ന് കരയും, എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം അവരുടെ സ്വകാര്യത കേൾക്കാൻ ഒരാളില്ല, അവർ വഞ്ചിക്കപ്പെട്ടത് കേൾക്കാൻ ഒരാളില്ല, അവരെ ചതിച്ചത് അവരുടെ സ്വകാര്യമാണ്, അവരുടെ സ്വപ്നമാണ്, ഒരു ഡ്രീമാണ്. അതിനെ തകർത്തെറിഞ്ഞ് പോകണവന്മാർ ഗതി പിടിക്കില്ല. ഞാൻ ഇന്ന് 3 പെൺകുട്ടികളുടെ ദുഃഖം കണ്ടിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്ത്രീകളുടെ ദുഃഖം അറിയാം. ഞാൻ നല്ല പ്രായത്തിൽ അമ്മ വിധവയായപ്പോൾ അമ്മയുടെ സാരി തുമ്പി പിടിച്ച് ജീവിച്ച ഒരാളാണ്. അമ്മയുടെ സൗന്ദര്യം ചോർന്നു പോകുന്ന കണ്ട ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കുകയുള്ളൂ, ഞാൻ പുരുഷന്റെ പക്ഷത്ത് നിൽക്കത്തേയില്ല. ഞാൻ രണ്ടും പറയാറുണ്ട്. കാരണം പുരുഷനെയും വഞ്ചിക്കുന്നുണ്ടല്ലോ ഒത്തിരി ആൺപിള്ളേരെ. പുരുഷൻ ബേസിക്കലി അങ്ങനെയാണ്. ഞാൻ ബേസിക്കലി പുരുഷൻ 2% ആണുങ്ങൾ മാത്രമേ ഉള്ളൂ റിയൽ ലവിനകത്തുള്ളൂ. ബാക്കി 98% അത് ടീച്ചർ സ്ത്രീ വിരോധിയായിരുന്നു. സത്യമാണ്. ഇന്നത്തെ കാലത്ത് പുരുഷനെക്കാട്ടിലേറെ വഞ്ചിക്കുകയും കുടിലതകളിലേക്ക് ആൺപിള്ളേരെ കൊണ്ടുപോകുന്നത്. ഞാൻ സ്ത്രീയാണ്, അപ്പൊ ഞാൻ സ്ത്രീപക്ഷം പറയേണ്ട ആളാണ്. പക്ഷെ അല്ല, എൻ്റെ ചിന്തകളെല്ലാം സ്ത്രീപക്ഷമാണെങ്കിലും ഞാൻ കാണുന്നതൊക്കെ തന്നെ ആണും പെണ്ണും ഒരുപോലെ വഞ്ചിക്കപ്പെടുന്നു. അതിൽ പെൺകുട്ടികൾ കുറച്ച് അധികം പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പണ്ടത്തേനേക്കാട്ടിലെ അവരുടെ ലോകം കുറച്ച് വികസിച്ചു, പെൺകുട്ടികളുടെ ലോകം കുറച്ചുകൂടി വികസിച്ചു കിട്ടി. അപ്പൊ അവര് ഏതറ്റം വരെയും പോകുന്നു. ദീപകിന്റെ മരണം എടുത്താൽ തന്നെ അപ്പൊ അവർ എക്സ്ട്രീമാണ് അവര് പോകുന്നത്. കാരണം കിട്ടിയത് എന്താണോ അതിനെ ഏത് രീതിയിൽ. പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ ചെയ്യില്ല. പെൺകുട്ടികളെല്ലാം ഇമോഷണലി പെട്ടെന്ന് വീക്കായി പോകുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇമോഷണലി വീക്ക് ആവുന്നത് മാത്രമല്ല, ഇമോഷണലി വീക്ക് ആവുമ്പോ പൊതുവെ അങ്ങനെയാണ്. എനിക്ക് പിന്നെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, വഞ്ചിക്കപ്പെട്ട പുരുഷൻ പോയിട്ടും ചില കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമോ സ്വാമി? ഞാൻ പറഞ്ഞു, ഇവിടെ ഇയാളെ കളഞ്ഞിട്ട് വേറെ വല്ല പെണ്ണുങ്ങളെ പുറകെ പോയി ജീവിക്കുന്നവൻ തിരിച്ചു വരുമെന്ന് എന്തിനു ചിന്തിക്കണേ? അത് എനിക്കത് മനസ്സിലാവില്ല. അതെന്താ മനഃശാസ്ത്രമാണ്? നിങ്ങൾ സ്ത്രീകളല്ലേ, എനിക്കത് പറഞ്ഞു തരും. അത് ചിലപ്പോ അങ്ങനെ, ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചു പോയി,
അവിടെ കൂട്ടുകാരിയുടെ കൂടെ അവൻ പോയിരുന്ന് സ്വാമി നോക്കൂ സ്വാമി അവൻ ഇപ്പൊ അവിടെയാണ്, നീ എവിടെടാ, ഞാൻ മറ്റോടെ കൂടെ ഇരിക്കുകയാണ്. ഇവക്കും സഹിക്കാൻ വയ്യില്ല. അവൻ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് ചോദിക്കുന്നത് എന്ത് മനഃശാസ്ത്രം? അവര് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാള് തന്നെയായിരുന്നല്ലോ ദിഗംബരനും. ഇപ്പം അല്ലെ, ആള് പോയി, പക്ഷെ എന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെയും വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് ദിഗംബരൻ. സുഭദ്രയുടെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അതായത് സുഭദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ വർണ്ണിക്കും? സുഭദ്ര എന്ന് പറയുന്നത് ലോകത്തിന്റെ നിഷ്കളങ്കമായിട്ടുള്ള ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് അടിസ്ഥാനപരമായും ഇപ്പൊ ഞാനും ടീച്ചറും തമ്മിൽ സ്നേഹിക്കും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്ക് ഒരാൾ തകർന്നടിഞ്ഞു പോയ ഒരാൾ തിരിച്ച് ജീവിതത്തിലേക്കും അവന്റെ ലൈഫിലേക്കും തിരിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് ഒരു സ്ത്രീ. ഒരു സ്ത്രീ വിചാരിച്ച ഒരാളെ നശിപ്പിക്കാനും പറ്റും, ഒരാളെ ഉയർത്താനും പറ്റും. അത് ടീച്ചർ ഏറ്റവും വലിയ അനുകൂലമായി നിൽക്കുന്നതാണ്. കാരണം എന്നെ പോലെ ഒരു ഭീകര രൂപിയുടെ കൂടെ സ്വഭാവമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനും ഒക്കെ വലിയ പ്രയാസമാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം. കാരണം ഇങ്ങനെ എന്താ പറയണ്ടേ, എല്ലാത്തിനും ഒരു ഇങ്ങനെ എന്താ പറയുക, കൊച്ചു പിള്ളേരുടെ പോലെ സ്വഭാവമുണ്ട്. ഒരു കാര്യം ഇവിടെ വെച്ചിട്ട് അത് വേണമെന്ന് വെച്ചാൽ അത് വേണം. എന്നിട്ട് ഒരു സാധനം എടുക്കണമെങ്കിൽ ഒരു സാധനം ഇഷ്ടമില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും കൊണ്ട് പെറുക്കി കളയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. അല്ല, ഞാൻ ടീച്ചർ വന്നതിന് ശേഷം എഴുതിയ 40 നോവലിന്റെ കയ്യെഴുത്ത് പ്രതി എന്തിനാണ്? ഇവിടെ ആകെപ്പെടെ 2 മുറിയാണുള്ളത്. ഞാൻ ടീച്ചർ കയ്യെഴുത്ത് പ്രതി അതിനടുത്ത് ഞാൻ കത്തിച്ചു കളഞ്ഞു. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, അധർമ്മ ഭാരതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നമ്പർ 1 ബുക്കാണ്. ആ ബുക്കിനെ കുറിച്ച് ഒരാള് പറഞ്ഞത് അത് അദ്ദേഹം എഴുതിയതായിരിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനത്തെ ചിന്തകൾ വരില്ല, അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അന്നും എനിക്ക് തോന്നിയതാണ് ഇദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതി ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന്. ഞാൻ ചോദിച്ചില്ലേ, എന്തിന് നമ്മൾ അവരുടെ ബോധ്യം, ഇതാണ് ആ ഇന്റർവ്യൂവിലും പറ്റിയത്. നമ്മൾ എന്തിനു ബോധ്യപ്പെടുത്തണം? ഞാൻ നിശബ്ദനായത് അതുകൊണ്ടാണ്. കാരണം ഈ വേട്ടനായ്ക്കൾ കുരച്ചുകൊണ്ട് ഇതിന്റെ പുറകെ പോകും, അവന്റെ ഇരയുടെ പുറകെ. ഇരയത് തിരിഞ്ഞതെല്ലാം ഓടിക്കളയും. അത് എന്റെ ഒരു സ്വകാര്യ ഇഷ്ടമാണെങ്കിൽ അത് അനുവദിച്ചെടുത്തൂടെ? ഇത്രയും പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ട് അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എവിടേക്കോ കഴിയുന്നുണ്ട്. അതിന് കഴിയുന്ന ഒരാളുടെ ഒരു സ്വകാര്യ ഇഷ്ടമാണത്. ഞാനപ്പോ സുഭദ്രയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സുഭദ്രയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പറ്റിയത് ദിഗംബരന്റെ പ്രണയം തിരിച്ചറിയാൻ പറ്റിയില്ല. 1. 2, ഒരാളോട് കപടതയില്ലാതെ പ്രണയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദിഗംബരനും അറിയാതെ പോയി. ഇതൊരു വലിയ ഘടകമാണ്. ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തന്ത്രത്തോടു കൂടി തന്ത്രശാലിയായി പെണ്ണിനെ വശീകരിച്ച്, അവന് വേണമെങ്കിൽ വശീകരിക്കാം. ദിഗംബരൻ ഒരു പെണ്ണിനെ ഒരു നിമിഷം മതി, ഒരു പൂവിന്റെ ഇതള് മതി. എങ്ങനെയാണ് വശീകരിക്കുക? ഞാനത് കാണിച്ചില്ല. അവൻ എങ്ങനെയാണ് അറിയാതെ ചേർത്ത് പിടിക്കുമ്പോ മൃത്യു സംഭവിച്ചു പോയി. മരിച്ചു എന്ന് വിചാരിച്ചാണ്. ഒരു മാന്ത്രികനായതുകൊണ്ട് മാന്ത്രികനാ, വശീകരിക്കാൻ പോയില്ല. ആ തന്ത്രശാലിയായിരുന്നെങ്കിൽ വശീകരിക്കാം. അപ്പൊ അത്രയും ഇന്നസെന്റ് ആണ് ദിഗംബരൻ. പിന്നെ ദിഗംബരന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അവൻ അവകാശപ്പെട്ടതാണ്. തറവാടും സ്വത്തും സമ്പാദ്യവും സംഭവങ്ങളും എല്ലാം അവഹരിച്ചെടുത്തതാണ് മറ്റേ കുടുംബക്കാര്. അപ്പൊ അവനിലുണ്ടാകുന്ന ഒരു പക എനിക്കില്ലേ? എല്ലാവർക്കും ഉണ്ട് അങ്ങനെ. നമ്മളെ നശിപ്പിക്കപ്പെടുമ്പോൾ, നമ്മളുടെ സത്യസന്ധനായി ജീവിക്കുന്ന ഒരാൾ അപഹാസ്യനാവുമ്പോൾ അവനിലുണ്ടാകുന്ന ഒരു പകയുണ്ട്. പക വീട്ടാനുള്ളതാണ്. അത് എങ്ങനെ വീട്ടണം എന്നുള്ളതാണ് ദിഗംബരൻ അതിനകത്ത് കാണിച്ചെന്നേ. ഈ ഒരാള് മരിച്ചു പോയിട്ടുള്ള ഒരാളെ പുനർജനിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഒരാളാണോ ദിഗംബരൻ എന്നുള്ളത്? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അങ്ങനെ മൃത്യുവിനെ ഒരു മരണം, അത് തന്ത്രശാസ്ത്രത്തിൽ ഒരു കാര്യം പറയാം. മരിച്ച ഒരാളെ ഇപ്പൊ സത്യവാൻ സാവിത്രിയിൽ എങ്ങനെയാണ്? സാവിത്രി കാലന്റെ പുറകെ പോയി മടക്കി മേടിച്ചുകൊണ്ട് വന്നതാണ്. പുനർജീവിപ്പിക്കാൻ പറ്റില്ല. മിത്താണെങ്കിൽ പോലും ആ മിത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? ഒരു സ്ത്രീ അവൾക്ക് സത്യവാനോടുള്ള തീക്ഷ്ണമായ പ്രണയം കൊണ്ട് കാലന്റെ പുറകെ പോയി കൊണ്ടുപോയ ആ ആത്മാവിനെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അല്ലാതെ മാന്ത്രികതയിലൂടെ ഉണ്ടാകുന്നതല്ല. അവിടെ എന്റെ ഭർത്താവിനോട് എനിക്ക് ജീവിക്കണം, എനിക്ക് വേണം, അതാണ് ആ കഥാപാത്രം. അത് നമ്മൾ ആ മിത്താണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഏത് മൃതസഞ്ജീവിനെ കുഴിച്ചാലും ജീവിപ്പിക്കാൻ പറ്റില്ല. അത് ഞാൻ എടുക്കൂല. മരണം, മൃത്യു, ഇന്ന സമയത്ത് നിനക്ക് മൃത്യു സംഭവിച്ചു, അത് സംഭവിച്ചേ പറ്റൂ. മറ്റേത് മിത്താണ്. ആ സംഭവത്തിൽ അത് സംഭവിച്ചിരിക്കും, അതിനെ മറികടക്കാൻ പറ്റില്ല. പക്ഷെ മറികടന്നൊരു സംഭവമുണ്ട്. ടീച്ചറിന്റെ ചേട്ടന്റെ കോളേജ് ലെക്ചറാണ്. ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കും. അവൻ പറയുന്നത് അവൻ മരിച്ചു കാരണം ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങുമ്പോഴത്തേനും അവൻ കുഴഞ്ഞു വീണു. രാത്രി ഒന്നും അറിയത്തില്ല. അവൻ അവിടെ കാണുക അവന്റെ അമ്മയും അച്ഛനും ഒക്കെ കരയുന്നതായിട്ടൊക്കെ. വെളുപ്പിനായിരുന്നു. ഇദ്ദേഹം വെളുപ്പിന് എണീറ്റ് അവനെ വിളിക്കാൻ വിളക്ക് കത്തിക്കും. അന്ന് വിളക്ക് കത്തിച്ചിട്ട് 4 മണിക്ക് അവനെ വിളിച്ചു.
എടാ മോനെ നീ അവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. അവൻ എപ്പോഴും പറയും എനിക്ക് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു വിളി ചെന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇയാൾ ബാത്റൂമിൽ പോകുന്നു, ബാത്റൂമിൽ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ചെന്നിട്ട് അവിടെ വീഴുന്നു. പിന്നെ ഇയാൾ കാണുന്നത് കോളേജ് ലെക്ചറാണ്, അവൻ്റെ ഇന്റർവ്യൂ എടുക്കണം നല്ലതാണ്, അവിടെ കിടക്കുന്നു, ഇവന്റെ ബോഡി ഇവിടെ കിടക്കുന്നു. ഇവൻ നേരെ അമ്മയുടെ അടുത്ത് ചെന്ന് അച്ഛനും അമ്മയും വിളിക്കാൻ ശ്രമിക്കുന്നു, നാവ് പൊങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഇയാൾ പ്രേതാത്മാവാണ്, ഇയാളെ ബോഡി അവിടെ കിടക്കുക. അജീഷ് എന്നാണ് പേര്. ഇപ്പോൾ കോതമംഗലം പോളിടെക്നിക്കിലെ പ്രൊഫസറാണ്. ഇവനെ സർക്കാർ ജോലി കിട്ടും, രാജതന്ത്രയുടെ ജോലി കിട്ടും. പക്ഷെ അമ്മയുടെ മരണസമയവും ഞാൻ പറഞ്ഞു, അമ്മ മരിച്ചതിന് ശേഷം ജോലി കിട്ടുള്ളൂ എന്നും പറഞ്ഞു. അതിനുശേഷം ആ 3 മണിക്ക് കഴിഞ്ഞ് ഞെട്ടി ഉണർന്നു. ഞെട്ടി ഉണരുമ്പോൾ ഞാൻ കാണുന്നത് ഇവൻ്റെ വീട് മുറ്റം നിറച്ച് ആൾക്കാർ നിൽക്കുന്നതാണ്. ഉടൻ ഞാൻ വിളിക്കുന്നു, ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. 4 മണിയായപ്പോഴും എനിക്ക് സംഘർഷമാണ്, കാരണം അവൻ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ആത്മാവായിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പോവുകയാണ്, ഒരിടത്തും ചലിക്കാൻ പറ്റുന്നില്ല. ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് ഞാൻ കഠിനമായിട്ട് ഞാൻ അവനെ മാത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ടക്കന ഒരു ബോധം പോലെ വന്നു. അവൻ പറഞ്ഞു അവനിങ്ങനെ ഉടനുമ്പോൾ കാണാൻ ബാത്റൂമിൽ കിടക്കുന്നതാണ്. അത് എനിക്കൊരു അത്ഭുതമാണ്. ഞാൻ കാരണം ഒരു മരണം എന്ന് പറയുന്ന ആ ശാശ്വതമായ സത്യം അവന് തിരിച്ചു കിട്ടി എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അവൻ്റെ നമ്പർ തരാം, ഒന്ന് വിളിച്ച് ചോദിക്കണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ചിലതെന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഒരു ജീവൻ കൊടുക്കാനൊന്നും പറ്റില്ല, അവനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം കൊണ്ട് അതങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ അവൻ്റെ അമ്മ അസുഖമായി, ഇന്ന സമയത്തേ ഉള്ളൂ, അവൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഇത്ര ദിവസം ഇങ്ങനെ കിടക്കും, ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അച്ഛൻ ഇപ്പോഴും കിടപ്പാണ്. അമ്മയുടെ മരണം കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് അച്ഛൻ വീണ് കിടക്കും. ആ യോഗമാണ്. അങ്ങനെയുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യം. എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം പുരാണങ്ങളും ഇതിഹാസങ്ങളും അറിഞ്ഞുകൂടാത്ത ഞാൻ ഇത്തരം കാര്യങ്ങൾ എഴുതുകയും തന്ത്രമാന്ത്രികങ്ങളെക്കുറിച്ച് ഒരു ജ്ഞാനവും ഇല്ലാത്ത ഞാൻ മാന്ത്രിക നോവലുകൾ എഴുതുകയും പ്രേതലോകത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഞാൻ പ്രേതലോകത്തിലൂടെ സഞ്ചരിക്കുകയും അത് എനിക്ക് എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഫലങ്ങൾ, പേര്, നാള്, നക്ഷത്രം ഉൾപ്പെടെ സംഭവിച്ചതുൾപ്പെടെ പറയുന്നു. ഇത് രണ്ടും എൻ്റെ ഇപ്പോഴത്തും എനിക്ക് മനസ്സിലാകാത്തൊരു അത്ഭുതമാണ്. ഒരു അറിവുമില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ലളിത സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ വായിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ടീച്ചർ ഈസി ആയിട്ട് വായിക്കും. ഒരു മന്ത്രം ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ശിഷ്യന്മാരോട് ജപിക്കുമ്പോൾ ഒരു മന്ത്രം ഒരു വരി തെറ്റിയാൽ ഞാനോട് പറയും, ഞാൻ തിരുത്തി കൊടുക്കും. എൻ്റെ ശിഷ്യന്മാർ 5 പേരും ഏറ്റവും വലിയ ബഹുമിടുക്കന്മാരാണ്. അവരൊരു മന്ത്രത്തിൻ്റെ വരി തെറ്റിയാൽ പറയും. അപ്പോൾ നമ്മളറിയാത്ത ഒരു സ്വാധീനത്താൽ നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണോ ആ സ്വാധീനം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്, അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ യാത്രയാകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ ടീച്ചറെ? ടീച്ചർ ഇഷ്ടമല്ല ഈ അനന്തഭദ്രത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, അതിനകത്തുള്ള ഒരു ഇരുണ്ട ഭാവം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അത് എത്രമാത്രം ആ ഒരു സിനിമാറ്റോഗ്രാഫി, ഓരോ കഥയ്ക്കും ഒരു പശ്ചാത്തലം, നമ്മുടെ അതിനകത്ത് നിങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ മതി. ഒരു തണുത്ത പ്രകൃതിയാണ്, മഴയായിട്ട് പിന്നെ അതിനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന അതാണ് ദിഗംബരൻ. അതിൻ്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ബാക്കി എല്ലാ സാങ്കേതികമായിട്ടാണെങ്കിലും എൻ്റെ മനസ്സിനെ എനിക്ക് ആഗ്രഹം തോന്നുന്നത്, വളരെ കുറച്ച് കാര്യമാണ്. ആഗ്രഹം തോന്നുന്നത്, കാണണമെന്ന് തോന്നുന്നത് ദിഗംബരൻ എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ എന്തുകൊണ്ടാ ദിഗംബരനെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ചത്? അല്ല, അതിനകത്ത് നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോ, പെട്ടെന്ന് കാണുമ്പോ അതിനകത്ത് ഡീപ്പായിട്ട് ചിന്തിച്ചാലോ. നമ്മളൊരാളെ അങ്ങനെ കാണുന്നത്. എൻ്റെ അടുത്ത് എത്രയോ പേര് അയ്യോ സ്വാമിയെ ഭയങ്കര പേടിയായിരുന്നു എന്ന് സംസാരിക്കുമ്പോഴാണ് സ്വാമിയെ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ എത്രയോ പേര് അയ്യോ സ്വാമിക്ക് ഇത് വരാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സംസാരിച്ചപ്പോഴല്ലേ മനസ്സിലായി. അത്രേ ഉള്ളൂ. ദിഗംബരനെ കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ നിർത്തിയത്. അതല്ല, അതിൻ്റെ 2ാം ഭാഗം ഞാൻ മനോരമ ആഴ്ചപ്പതിപ്പിൽ എഴുതി ദിഗംബരൻ. പക്ഷെ ഇപ്പം സിനിമ എൻ്റെ മനസ്സിലുള്ള തിരക്കഥ എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല. എനിക്ക് എൻ്റെ ഡ്രീമുകൾക്കപ്പുറത്ത്, എൻ്റെ ചിന്താധാരകൾക്കപ്പുറത്ത് നിന്ന് മറ്റാരോ രചിക്കപ്പെട്ട ഒന്നാണ് ദിഗംബരൻ എന്ന് പറയുന്ന ആ ചലച്ചിത്രമാകാൻ പോകുന്ന ആ തിരക്കഥ. ഞങ്ങളെല്ലാരും വെയിറ്റിംഗ് ആണ്. വളരെ സന്തോഷം. അതെ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഷോ ഞാൻ പോയി. ഏറ്റവും വലിയ രസം ഞാൻ ഇതിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെയാണ് ഈ അനന്തഭദ്രം 2ാമത് കാണുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഡെപ്തും മനസ്സിലാവുന്നത്. ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടാവും, എന്റെ ഓർമ്മയിലില്ല അനന്തഭദ്രം. എവിടെ പോയാലും അങ്ങനെ ഒരാൾ ടീച്ചർ മാത്രമേ കാണുള്ളൂ. ഞാനൊക്കെ കുഞ്ഞിലെ കണ്ട. പക്ഷേ എവിടെ പോയാലും ഇങ്ങനെ അനന്തഭദ്രം ഇത് മാത്ര പറയുന്നത്. അപ്പൊ ഇതെന്ത് ഈ അനന്തഭദ്രത്തിന് ഇത്രയും പ്രത്യേകത?
അത് കഴിഞ്ഞിട്ട് ഞാൻ അനന്തപുരത്തെ സ്വാമിയുടെ ഒപ്പം ഇരുന്നാണ് അനന്തപുരത്തെ കാണുന്നത്. കുഞ്ഞൂട്ടനൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴാണ് ഇത്രയും നല്ലൊരു ഫിലിം ഞാൻ എന്തുകൊണ്ട് മിസ് മിസ് ചെയ്തു. ഈ കുഞ്ഞൂട്ടന്റെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ആ സീൻ വരെ ഞാൻ ഓർക്കും. അത് എന്റെ പിള്ളേരുടെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും കുഞ്ഞൂട്ടൻ ഫാൻസാ. കുഞ്ഞൂട്ടൻ ചോദിക്കും കുഞ്ഞൂട്ടന്റെ കാര്യം ചോദിക്കും. അങ്ങനെ നമ്മള് എന്റെ നിഗമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും. പ്രാർത്ഥിക്കും. വളരെ സന്തോഷം. ഇനിയും അവാക് മീഡിയയിൽ വരാം കുറെ ഭീഷണിയുമായിട്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് സന്തോഷം. ശരി.